പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളുടെയും ഭാരം ഒരു പ്രത്യേക പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിനാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുക്കളുടെ പൊസിഷൻ എങ്ങനെയാണ്, ഒരു വസ്തു എവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ മാത്തമാറ്റിക്സിൽ വെക്റ്റേഴ്സ് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു വസ്തു ഉണ്ട് എന്ന് വിചാരിക്കാം, ഇതൊരു ഒബ്ജക്റ്റാണ് എന്ന് വിചാരിക്കാം. ഇതിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറയില്ല, കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഏതാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു ഫ്രെയിം ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഫ്രെയിമിനെ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയുക. ആ ഫ്രെയിം നമ്മൾ സാധാരണ ഗ്രാഫ് പേപ്പറിലുള്ളതുപോലെ എക്സ് വൈ ഡയറക്ഷനിലായിട്ട് ഒരു പ്ലെയിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് എക്സ് ഡയറക്ഷനും വെർട്ടിക്കലായിട്ട് വൈ ഡയറക്ഷനും, ഇങ്ങനെ എക്സ് വൈ പ്ലെയിന് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്രെയിമിനെ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയുക. അപ്പോൾ ഈ എക്സ് വൈ ആയിട്ട് ഇങ്ങനെ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കുന്നത് പോലെ വരയ്ക്കുന്നതിന് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയുക. നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫ്രെയിമാണ്. അപ്പോൾ ഇവിടെ 0 ഉണ്ടായിരിക്കും, 1 2 3 4 5 6 7 8 എക്സെട്ര അങ്ങോട്ട് പോയി. ഇവിടെ 1 2 3 4 5 6 7 എക്സെട്ര. അപ്പോൾ ഈ ഒരു വസ്തുവിൻ്റെ പേര് പി എന്നാണ് വിളിക്കുക. ആ ഒബ്ജക്റ്റിൻ്റെ നെയിം പി എന്നാണെങ്കിൽ പിയുടെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അതിനെ, ആ പി എന്ന ഒബ്ജക്റ്റിനെ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിലാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെ പിടിക്കാം അല്ലേ, വൈ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വൈ 4ലും എക്സ് 3ലുമാണ്. അപ്പോൾ പി എവിടെയാണ് ഇരിക്കുന്നത്? പി എക്സ് 3ലും വൈ എവിടെയാണ്, വൈ 4ലുമാണ്. ഇങ്ങനെ കണക്കാക്കുന്നതിനാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ കണക്കാക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, പൊസിഷൻ വെക്റ്റർ എന്ന് പറയും. അതുപോലെ തന്നെ വസ്തുക്കളുടെ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ ഇതേപോലെ ഫ്രെയിം ഓഫ് റെഫറൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് വസ്തുക്കളുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അത് ഓരോ വസ്തുവിൻ്റെ ഷേപ്പിനനുസരിച്ചും എന്ത് ചെയ്യും, ഓരോ വസ്തുവിൻ്റെ ഷേപ്പിനനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ മോതിരം അല്ലെങ്കിൽ റിങ്, അതുപോലെ തന്നെ ബൂമറാങ്, ഓസ്ട്രേലിയയിലെ ആദിവാസികൾ ഉപയോഗിക്കുന്ന ബൂമറാങ് എന്ന വടി, ആ വടി അത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത് അത് പോയി വരുന്ന ആ ട്രാക്കിൻ്റെ, അതിങ്ങനെ ഏകദേശം ഒരു ഓവൽ ഷേപ്പായിട്ടുള്ള അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ള ഒരു ട്രാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ സെൻറ്ററാണ് എന്ത്, അതിൻ്റെ സെൻറ്റർ ആയിരിക്കും എന്ത്, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ടേമാണ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് സാധാരണ മൊമെൻറ്റം തന്നെയാണ്. പക്ഷേ വസ്തുക്കൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻറ്റത്തിനാണ് എന്ത് പറയുന്നത്, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഇവിടെ 2 തരത്തിലുള്ള ചലനങ്ങളുണ്ട്. ഒന്ന്, ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ചലനങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ വസ്തു റൊട്ടേറ്റ് ചെയ്യുന്ന ചലനങ്ങളുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റിയെ നമ്മൾ വെലോസിറ്റി എന്ന് തന്നെയാണ് പറയാം, വെലോസിറ്റി എന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മൊമെൻറ്റത്തിനെ മൊമെൻറ്റം എന്ന് പറയും.
സ്ട്രെയിറ്റ് ലൈനിലുണ്ടാകുന്ന മാസിനെ, ആ വസ്തുവിൻ്റെ മാസിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. മാസ് തന്നെ എന്ന് തന്നെയാണ് എന്ത് ചെയ്യുക, വിളിക്കുക. അതേപോലെ ഒരു വസ്തു റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റിയെ നമ്മൾ ആംഗുലാർ വെലോസിറ്റി എന്നാണ് വിളിക്കുക. ആംഗുലാർ വെലോസിറ്റി. സ്ട്രെയിറ്റ് ലൈനിലുള്ള മൊമെൻറ്റത്തിനെ, റൊട്ടേഷണൽ മോഷനിലുള്ള മൊമെൻറ്റത്തിനെ ആംഗുലാർ മൊമെൻറ്റം എന്നാണ് വിളിക്കുക. മാസിനെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നാണ് വിളിക്കുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇത് എന്താണ് ഈ കൺസെപ്റ്റ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് വസ്തുക്കളുടെ മാസ് തന്നെയാണ്. പക്ഷേ എപ്പോഴും ഒരു വസ്തു റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന പോയിന്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ചോക്ക് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലാണ് ഞാനിപ്പോൾ ഇതിനെ പിടിച്ചിട്ടുള്ളത്. ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിയാണെന്ന് വിചാരിക്കാം. തിരിയുമ്പോൾ ഇപ്പോൾ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് ഉള്ളത്. ഇത് തിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യുന്നു, അത് ഈ ഭാഗത്തേക്ക് മാറും. വീണ്ടും തിരിയുമ്പോൾ അത് ഈ ഭാഗത്തേക്ക് മാറും. ഇങ്ങനെ റൊട്ടേഷണൽ മോഷൻ ആകുമ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ സാധ്യമല്ല, അതിൻ്റെ മാസിനെ നേരത്തെ കണക്കാക്കിയതുപോലെ കണക്കാക്കാൻ എന്തല്ല, സാധ്യമല്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം, ആ സമയത്ത് ആ സെൻറ്റർ ഓഫ് മാസിനെ ചേഞ്ച് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസ് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ മറ്റൊരു ടേമിലാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുന്നത്. അതാണ് എന്ത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് വസ്തുക്കളുടെ മാസ് തന്നെയാണ്. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡിയാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസിനെയാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വസ്തുവിൻ്റെ മാസിനെ എന്ത് ചെയ്താൽ മതി, അത് റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസിലേക്കുള്ള ആ ഇതാണ്. നിങ്ങൾ നോക്കുള്ളൂ, ഇതിപ്പോൾ ഒരു ഡിസ്ക്കാണ്, ഒരു എക്സാമ്പിൾ പറയാണ്. ഇതിങ്ങനെ ഒരു ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ മാസ് എം ആണ്. ഇതിങ്ങനെ ഒരു ആക്സിസ് വെച്ചിട്ട് തിരിയുന്നുണ്ട്. ഇങ്ങനെ ഈ ആക്സിസിൽ കിടന്നിട്ട് എന്ത് ചെയ്യാണ്, തിരിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വസ്തുവിൻ്റെ റേഡിയസ് എടുക്കുക, മാസ് എം, റേഡിയസ് ആർ. അപ്പോൾ ഐ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിനോട്ട് ചെയ്യുന്നത്. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ, മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്രത്യേക ഡിസ്റ്റൻസ്, അതായത് ആക്സിസിൽ നിന്ന് ഏത് ആക്സിസിലാണോ ഒരു വസ്തു തിരിയുന്നത് ആ ആക്സിസ് മുതൽ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ആർ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വസ്തുവിൻ്റെ ടോട്ടൽ മാസിനെ ഈ ആക്സിസിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. ഇതാണ് എന്ത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ജനറൽ ഇക്വേഷൻ, ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ. അപ്പോൾ ഇതിന് വസ്തുക്കൾക്കനുസരിച്ച്, വസ്തുക്കൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സ്ഫിയർ ഉണ്ട്, അതുപോലെ സിലിണ്ടർ, പിന്നെയുള്ള മറ്റുള്ള ഷേപ്പുകൾ, ഡിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ റോഡ്, സാധാരണ റോഡ് ഉണ്ട്, അതുപോലെ റിങ്, ഇതേപോലെ വസ്തുക്കളുടെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച്, ഓരോ വസ്തുവിൻ്റെയും ഷേപ്പ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് ഓരോ വസ്തുവിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടി രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് പാരലൽ ആക്സിസ് തിയറും മറ്റൊന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും. അപ്പോൾ ആദ്യം നമുക്ക് പാരലൽ ആക്സിസ് തിയറം നോക്കാം. പാരലൽ ആക്സിസ് തിയർ. ഈ നിയമപ്രകാരം, പാരലൽ ആക്സിസ് തിയറി പ്രകാരം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണിപ്പോൾ ഒരു വസ്തു.
ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണിത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആക്സിസ്. ഈ വസ്തു ഇങ്ങനെ കിടന്ന് തിരിയാണ്. ഇതിപ്പോ ഒരു കമ്പിയാണെന്ന് വിചാരിക്കുക, ഇതൊരു കാർബോർഡ് ആണെന്ന് വിചാരിക്കുക. ഈ കാർബോർഡ് ഇതിലിങ്ങനെ കോർത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കിടന്ന് തിരിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണുന്ന രീതി, ആ രീതിയാണ് എന്ത്, പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ വസ്തു റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് ഉണ്ടല്ലോ, ഈ ആക്സിസിന് പാരലായി സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് വരക്കണമെന്നാണ്. അപ്പോൾ ഈ പോയിന്റ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസാണ്. അപ്പോൾ ഈ ആക്സിസിന്, ഈ എ ബി എന്ന ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ, ഇതാണ് ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ്, ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരക്കണം, ഒരു പാരലൽ ലൈൻ വരക്കണം. അപ്പോൾ രണ്ട് ആക്സിസായി, ഇതാണ് പാരലൽ ആക്സിസ്. ഈ സെൻറ്റർ ഓഫ് ഈ ആക്സിസിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലുള്ള ആക്സിസിലേക്കുള്ള ദൂരമാണ് ഇത് എ. അപ്പോൾ ഈ വസ്തുവിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ I ഈക്വൽ ടു ICM. അതായത് സെൻറ്റർ ഓഫ് മാസിൽ എത്ര മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട് നോക്കാം. ഈ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ എത്രയാണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നോക്കുക. ദാറ്റ് പ്ലസ് വസ്തുവിൻ്റെ മാസ് എടുക്കുക m, ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കുക. I ഈക്വൽ ടു ICM പ്ലസ് MA സ്ക്വയർ. I ഈക്വൽ ടു ICM പ്ലസ് MA സ്ക്വയർ. ഇതാണിത് പാരലൽ ആക്സിസ് തിയറം. വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് മാസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആദ്യം കാണുന്നു, പിന്നീട് അതിനോടുകൂടി എന്ത് കൂട്ടുന്നു, m എന്ന് പറയുന്നത് വസ്തുവിൻ്റെ മാസ് ആണ്. അതുപോലെ എ എന്നത് ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. എ സ്ക്വയർ ഈസ് ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആക്സിസ്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഷേപ്പിലുള്ള പല തരത്തിലുള്ള വസ്തുക്കളുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണുന്നത്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കാണേണ്ടി വരുന്നത്, ഒരു വസ്തു അത് റൊട്ടേഷണൽ മോഷനിലാണെങ്കിൽ, റൊട്ടേഷണൽ മോഷൻ അതായത് ആ വസ്തു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എ റൊട്ടേഷണൽ ബോഡിയാണ്, മാസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡിയാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഒരു വസ്തു തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ I എന്ന ലെറ്റർ കൊണ്ടാണ്. അതിൻ്റെ ജനറൽ ഇക്വേഷൻ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്, MA സ്ക്വയർ. I ഈക്വൽ ടു MA സ്ക്വയർ ഓർ I ഈക്വൽ ടു MR സ്ക്വയർ. ചില കേസുകളിൽ A എന്ന ലെറ്റർ കൊണ്ട് ഡിസ്റ്റൻസിനെ മാർക്ക് ചെയ്യുക, ചില കേസുകളിൽ R എന്ന ലെറ്റർ കൊണ്ടാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറാണ് പാരലൽ ആക്സിസ് തിയറം. ഈ തിയറം വെച്ചിട്ടാണ് പല ഷേപ്പിലുമുള്ള വസ്തുക്കളുടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ആൻഡ് ബൈ ദി പാരലൽ ആക്സിസ് തിയറം I ഈക്വൽ ടു ICM പ്ലസ് MA സ്ക്വയർ. വേർ ICM എന്ന എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, സെൻറ്റർ ഓഫ് മാസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. m എന്നത് ആ വസ്തുവിൻ്റെ മാസ് ആണ്. a എന്നത് ആ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.